ഹലോ. ആ ഇന്ന് തന്നെ അയച്ചേക്കണം. ആ നാളെയെങ്കിലും കിട്ടണം. ഓണമൊക്കെ കഴിഞ്ഞ് റിങ് ചെയ്താ ഒരിക്കലും എടുക്കാത്ത നമ്പറായിട്ട് ഒരുത്തം പന്നുണ്ട്. വെറുതെ സമയം എടുക്കാൻ. ഒന്ന് വിളിച്ചോട്ടെ, അയാളൊന്ന് ഇറങ്ങിക്കോട്ടെ. 4850. അതെ, പഴയ നമ്പർ തന്നെയല്ലേ, അത് കിട്ടൂല. കരിനാക്കെടുത്ത് വിളക്കാതെ. ഇതെന്താ നേർച്ചയാണ്? കൽക്കട്ടയ്ക്ക് ഒന്ന് വിളിക്കണല്ലോ. അതെ, ഒരു പ്രാവശ്യത്തെ കൂടുതൽ ട്രൈ ചെയ്ത് തന്നെ മെനക്കെടുത്തരുത്. ഹലോ ഹലോ ഹലോ, ഞാനാ. ഇത്രയും കാലം ഫോൺ കിട്ടാനിട്ടായിരുന്നു. കിട്ടിയപ്പോ ഒന്നും മിണ്ടുന്നില്ല. എന്താ ഇത്? ഹലോ, എന്താ എന്നെ പിന്നെ വിളിക്കാഞ്ഞത്? വിളിക്കണുണ്ടായിരുന്നു, കിട്ടണ മുഴുവൻ റോങ് നമ്പറാ. ഞാനിപ്പോ നാട്ടിൽ ഈ ഫോൺ ഒന്ന് കിട്ടാൻ വേണ്ടി ദിവസം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാനും. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, അതുകൊണ്ടാണല്ലോ ഇപ്പോഴെങ്കിലും ഒന്ന് കിട്ടിയത്. ഞാൻ വലിയ ടെൻഷനിലായിരുന്നു. അതിനേക്കാൾ വലിയ ടെൻഷനില്ല ഞാൻ. എന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുക. എന്നെ കൊണ്ടുപോവോ? ഞാൻ വിളിച്ച വരുമോ? എവിടെ വേണേലും വരാം. എന്നാ ഞാൻ ബാംഗ്ലൂർക്ക് വരട്ടെ? അത് വേണ്ട, ഞാൻ ഇന്ന് നാട്ടിൽ പോവാ. എന്നാ ഞാൻ വീട്ടിലേക്ക് വരാം. വീട് എവിടാന്ന് പറഞ്ഞാ മതി. വേണ്ട, എന്റെ അമ്മമാര് ഭയങ്കര പ്രശ്നക്കാരാ. അനിയൻകുട്ടി പറ, ഞാൻ എവിടെ വരണ്ടേ? എന്റെ വീട്ടിൽ നിന്ന് കൊറേ ദൂരമുണ്ട് ഒരുവാതിൽ കോട്ടയ്ക്ക്. സാരില്ല, ഞാൻ എങ്ങനെയെങ്കിലും എത്താം. എപ്പോഴാ വരണ്ടേ? 27-ാം തീയതി രാവിലെ 8 മണിക്ക് വന്നാ മതി. 27-ാം തീയതിയോ? എന്താ ഒന്നും പറയാത്തത്? ഞാൻ കാത്തു നിൽക്കും. അനിയൻകുട്ടി, വീട്ടുകാർക്ക് മുഴുവൻ അപമാനം വരുത്തി വെച്ചിട്ടാ ഞാൻ ഓടിപ്പോരുന്നത്. വരാതിരിക്കോ? വന്നില്ലെങ്കില് ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ലെന്ന് കരുതിയാ മതി. എങ്കിൽ അടുത്ത ട്രെയിനിന് ഞാൻ തലവെക്കും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ എത്തിയിരിക്കും, തീർച്ച. ഞാൻ ബുക്ക് സ്റ്റാളിന്റെ മുന്നിൽ കാത്തു നിൽക്കും. എന്നാ ഞാൻ വെച്ചേക്കട്ടെ? കൽക്കട്ട കൽക്കട്ട. ഇത്രയും നാള് വിളിച്ചിട്ട് കിട്ടാത്തതിലുള്ള നഷ്ടമൊക്കെ നികത്തി തന്നെ നന്ദി. ഇതാ ബില്ല്, 740 രൂപ. ഇന്നാ 800 രൂപയുണ്ട്, ബാക്കി താമസം. എന്തൊരു തങ്കപ്പെട്ട മനുഷ്യൻ. ഞാൻ തെറ്റിദ്ധരിച്ച്. ഇടക്കിടക്ക് വരണേ. എന്നാ ഞാൻ പോട്ടെ, വേഗം കൊടുക്ക്. അതെ, നമുക്ക് ഈ ബസ് വേണ്ട. അതിന് പകരം 10 അംബാസഡർ കാർ ആയിക്കോട്ടെ. പിന്നെ ചെക്കനും പെണ്ണിനും ഇരിക്കാൻ ഒരു CN. ഈ കാറുകൾ ഇങ്ങനെ നിരനിരയായി നമ്മുടെ പച്ചപ്പട്ട് വിരിച്ച ഗ്രാമത്തിലൂടെ പോകുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ. സങ്കല്പിച്ചു. സംഗതി നല്ല സുഖമുണ്ട്. എടാ ചെറുക്കാ, നീ എന്നെ കുളിപ്പിച്ച് കരുതുന്ന ലക്ഷണമാണല്ലോ. അച്ഛാ, ഈ കല്യാണം ജീവിതത്തിൽ ഒരിക്കലേ ഉള്ളൂ. അവിടെ പണം ഒരു പ്രശ്നമാക്കരുത്. മൊത്തം എനിക്ക് ഒറ്റ ദുഃഖേ ഉള്ളൂ, ഈ കല്യാണം കാണാൻ എന്റെ ഡാഡി മമ്മി ഇവിടെ ഇല്ലല്ലോ. പാവങ്ങൾ. ഉടനെ ഒരു കമ്പി അടിച്ചാ വരുമോ? ബുദ്ധിമുട്ടാ. ആ കുഴപ്പമില്ല, അവരെ നമുക്ക് വീഡിയോ കാണിക്കാം. ആ പിന്നെ സദ്യക്ക് ബോളി ഉണ്ട്. എത്തിയല്ലോ കാലാൽപ്പട. നമസ്കാരം. ആ ഉണ്ണിത്താന്റെ ആക്രമണം ഏത് നിമിഷത്തിലും ഉണ്ടാകാം. അതിലൊരു മുൻകരുതല. ഇവരെ ഷൊർണൂര് രാഷ്ട്രീയ ഗുണ്ടകളാ, ചോരകൻ തറപ്പ് മാറിയവർ. വിശ്വസിച്ചേൽപ്പിക്കാം. നീ ഇതെവിടെയായിരുന്നു? ഇതൊരു കല്യാണ വീടാ. മണവാളിനെ പലരും തിരക്കും. എനിക്ക് പകരല്ല ചെവിൻ ഇവിടെ നിർത്തിയത്. എന്നാ ഒരു കാര്യം ചെയ്യാം, നാളെ നിനക്ക് പകരം ഇവനെ കൊണ്ട് കെട്ടിച്ചേക്കാം. അല്ല, നീ സത്യം പറഞ്ഞോടാ? ഇങ്ങൊന്നേ. എന്താണ്? ഒന്നും അറിഞ്ഞിട്ടില്ല. നീ ആയിട്ട് അറിയിക്കാതിരുന്നാ മതി. പിന്നെ എന്തിനാ എപ്പോഴെപ്പോഴും കൊള്ളിച്ചു പറയുന്നത്? എടാ, അത് നമ്മുടെ മനസ്സിൽ കള്ളത്തരമുള്ളോണ്ട് തോന്നണല്ലേ. ആട്ടെ, നീ ഇതുവരെ എവിടെയായിരുന്നു? എടാ, ഒരു ട്വിസ്റ്റ് ഉണ്ടേ. എന്താ, ടിക്കറ്റ് കിട്ടിയില്ലേ? 1 അല്ല 2 എണ്ണം. ഓക്കെ, എന്തിനിപ്പോ 2 എണ്ണം? ഞാൻ ഒറ്റക്കല്ലല്ലോ പോന്നത്, അവളും ഇല്ലേ? ഏതാ അവള്? മേരി മൊഹബത്ത്, ബാംഗ്ലൂർ ലड़की. അതേടാ, എനിക്ക് അവളെ ഫോണിൽ കിട്ടി. അവളുടെ കല്യാണമൊന്നും, പക്ഷെ എന്റെ കൂടെ ഇറങ്ങി വരാന്ന് പറഞ്ഞു. എന്നിട്ടൊരു ചോദ്യം, ഞാൻ വരാതിരിക്കുമെന്ന്.
ഞാൻ എത്തിയില്ലെങ്കിൽ ചത്തു എന്ന് കരുതിയാ മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവള് പറയാ, എന്നാ അടുത്ത ട്രെയിൻ അവൾ തലവെക്കുന്നു. എന്തൊരു സ്നേഹമല്ലടാ അവൾ. ആ, അടയാളം കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ആ ബുക്ക് സ്റ്റാളിന് മുമ്പിൽ നിൽക്കാന്നാ പറഞ്ഞത്. എന്തു പറ്റിടാ? ഒന്നുമില്ല. ഈ വിഷയത്തിലൊന്നും നീ ഇടപെടണ്ട. ഫുൾ സ്വിംഗിൽ അച്ഛന്റെ കൂടെ നിന്നോണം. എല്ലായിടത്തും നിന്റെ വക്രബുദ്ധി പ്രവർത്തിക്കണം. മോനെ, നിങ്ങൾ അവിടെ എന്തെടുക്ക? ആ ഉണ്ണിത്താൻ ഇങ്ങോട്ട് പുറപ്പെടാൻ അവിടെ പടയൊരുക്കം നടത്തുന്നു. ഇവിടെ നടക്കുന്നതൊക്കെ അയാൾ അറിഞ്ഞു. ഇതേ മുഹൂർത്തത്തിൽ നിന്നെ കൊണ്ടുപോയി ബലമായിട്ട് കെട്ടിക്കാനുള്ള പരിപാടിയാ. എങ്ങനെയെങ്കിലും അത് തടയണം. എന്തായാലും ഈ മുറ്റത്തൊരു ചോരപ്പുഴ ഒഴുക്കണ്ട. അതിനു മുമ്പ് ശത്രുപാളയത്തിൽ നമ്മുടെ രാഷ്ട്രീയ പടത്തട്ടെ. എടോ, ആ ഉണ്ണിത്താനടക്കം എല്ലാവരും ഇന്ന് തന്നെ ആസ്പത്രിയിൽ എത്തിയിരിക്കണം. ചുരുങ്ങി ഇത് 1 മാസം കഴിഞ്ഞിട്ട് അവർ ഇറങ്ങാവൂ. നിക്ക, വെട്ടും കൊലയും ബുദ്ധിയല്ല. ഈ കാരണം കൊണ്ട് നാളെ നിങ്ങൾ എല്ലാവരും ജയിലിൽ കിടന്ന് അഴിയണേണ്ടി വരും. ഇത് എനിക്ക് വിട്ടാ, ഞാൻ സോൾവ് ചെയ്തോളാം. ഒറ്റയ്ക്ക് എന്നും ഞാൻ ഒറ്റയ്ക്കല്ലുള്ളൂ, അത് മതി. മോനെ, നല്ല സൈസൊത്ത 10-20 അവിടെ കാണും. അവര് നിന്നെ നിരത്തും. കപ്പല് മറിക്കാൻ കൊഞ്ചുപൊടി മതിയെന്നല്ലേ കണക്ക്. അവരെ നേരിടാൻ എനിക്ക് ബുദ്ധി മതി, ശക്തി വേണ്ട. ബുദ്ധി നിങ്ങൾക്ക് കുറവാണെന്നറിയാം. എന്നാര് പറഞ്ഞു? അതുകൊണ്ടാണല്ലോ ഈ പണിക്ക് വന്നത്. എല്ലാം വിശദമായിട്ട് പറഞ്ഞു മനസ്സിലാക്കടാ. നമ്മളിപ്പോ പോണത് കുറുപ്പിന്റെ വീട്ടിലേക്കാണ്. അവിടെ ചെന്ന് നമ്മൾ അടി തുടങ്ങുമ്പം എതിർ ടീമിലെ 3-4 എണ്ണം വെറുതെ വായും പൊളിച്ചു നിൽക്കണം. നമ്മളെ മുതലാളിയുടെ മേക്കിട്ട് കയറാൻ ചെല്ലും. മുതലാളിയുടെ എല്ല് പറപടാന്ന് ഓടിയനെ കാണാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് മുതലാളിയുടെ സംരക്ഷണ ചുമതല നിനക്കായിരിക്കും. എന്റെ ബോഡിയുടെ ചുമതല നിനക്ക്. ചെക്കനെ പൊക്കേണ്ട ചുമതല നിനക്ക്. എനിക്കാരാ ചെക്കൻ അറിയില്ല. കണ്ടാ കൊള്ളാൻ തരത്തിലെ പിടിടാ. എനിക്ക് അവരെ തന്നെ വേണം. കൂട്ടത്തിൽ നല്ല പെങ്കൊച്ചുങ്ങളുണ്ടെങ്കിൽ വിടണ്ട. ഞാൻ കെട്ടിയിട്ടില്ല. നിന്നെ ഞാൻ കെട്ടിക്കെട്ടിക്കും. ഓ ആ, എന്നാ പുറപ്പെടാം. ഓ ആ, അവന്മാരുടെ പാർട്ടിയാ. അത് ഇവിടുന്ന് തുടങ്ങിക്കോ. എന്താണ് പറഞ്ഞത് കേട്ടില്ലേ? ഞങ്ങളുടെ കൈ വീണാൽ ഇവൻ ചത്തുപോകും. ഞരമ്പ് ഇവൻ ഞങ്ങൾക്കൊരല്ല. ഇവനെ പോലെ കുറെ എണ്ണ അവിടെ കാണൂ. അപ്പൊ നിങ്ങൾ തല്ലില്ലേ? അവൻ എന്റെ അടുത്തേക്ക് വരുന്നു. അടിയടാ. വേണ്ട. എന്താടാ തിന്നത്? വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ ശത്രുവായിട്ടല്ല വന്നത്. പിന്നെ മിത്രമായിട്ടാണോ? അതെ. നിങ്ങളിപ്പോ അങ്ങോട്ട് ചെല്ലുന്നത് ബുദ്ധിയല്ല. ഇവന്മാരെക്കാളും നല്ല തന്റെടവും തടിമെടുക്കുമുള്ള ഷൊർണൂർ ഗുണ്ടകൾ അവിടെയുണ്ട്. ഈ ഓച്ചറ പ്രദേശത്തിന്റെ കയ്യിൽ അവര് ഭസ്മം. അതൊക്കെ വെറും തോന്നല. അവന്മാരുടെ കയ്യിൽ എങ്ങാനും ഇതുങ്ങളെ കിട്ടിയ അടിച്ചൊതുക്കി മടക്കി എടുത്ത് ആശുപത്രിയിൽ എത്തിക്കും. എന്നിട്ട് അവർ മനസ്സമാധാനത്തോടെ നാളെ കെട്ടെടുത്തുകയും ചെയ്യും. ദേ, എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഞാൻ കൊച്ചുറുപ്പിനെ ഇവിടെ എത്തിക്കാം. സംശയിക്കണ്ട. എന്നും അനീതിക്കെതിരെ ശബ്ദം ഉയർത്തുന്നവനാണ് ഞാൻ. സത്യമെല്ലാം അറിഞ്ഞത് ഇപ്പോഴാണ്. ഒരു പാവം പെൺകുട്ടിയെ വഞ്ചിച്ചിട്ട് മറ്റൊരു പെണ്ണിനെ താലി ചേർത്താൻ ഞാൻ സമ്മതിക്കില്ല. ഒരുക്കങ്ങൾ നടക്കട്ടെ. മുഹൂർത്തത്തിന് മുമ്പ് അവനെ ഞാൻ എവിടെ എത്തിക്കണമെന്ന് പറ. എത്തിക്കേണ്ടത് ഭഗവതി ക്ഷേത്രത്തിൽ. പക്ഷെ നിന്നെ വിശ്വസിക്കാവോ? വിശ്വസിക്കാം, ഉറപ്പ്. നീ ഇതുവരെ നിന്റെ ഉറ്റ സുഹൃത്തിനോട് കാണിച്ച അതേ സ്നേഹവും ആത്മാർത്ഥതയും നാളെ എന്നോടും കാണിക്കില്ല എന്നുണ്ടാ ഉറപ്പ്? മനസ്സിലായില്ല. നീ എന്നെ വലിപ്പിക്കില്ല എന്നുണ്ടാ ഉറപ്പ്? ഞാൻ വലിപ്പിക്കില്ല. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? വലിപ്പീര് കേസുകളെ കണ്ടാൽ ഇവന്മാർക്കറിയാം. മണ്ഡപത്തിന്റെ പുറകെ വെള്ളം വിരിച്ചതാരാ? അത് അത്രയും ചുളുക്ക. ഞാൻ വൃത്തിയായിട്ട് കെട്ടുകയാണല്ലോ. നീ വല്ലതും ചെയ്യടാ. ഞാനൊന്നും ചെയ്തില്ല. വാലകം ഓടിച്ചോണ്ടിരിക്കാതെ പെട്ടെന്നാവട്ടെ. 4 മണിയാകുമ്പോഴേക്കും ആൾക്കാർ വരാൻ തുടങ്ങുമെന്നാ പറഞ്ഞത്. ആന്റി അറിഞ്ഞതെല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോ ഒരു സംശയം മാത്രം ആയിക്കൂടെ. വ്യക്തമായി അറിഞ്ഞാൽ മാത്രമേ ആന്റി ഒരു കാര്യം പറയൂ. സുധയ്ക്ക് ആ പയ്യനെ കുറിച്ച് വല്ല വിവരം കിട്ടിയിട്ടുണ്ടോ? അതൊന്നും ആന്റിക്ക് അറിയാൻ വയ്യ. പക്ഷേ എനിക്കൊരാളെ സംശയമുണ്ട്. അന്ന് പപ്പിയെ കാണണമെന്നും പറഞ്ഞ് ഇവിടെ അടുത്ത് വന്നില്ലേ? സംശയിക്കണ്ട, അവൻ തന്നെയാ. ആ മുഖം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വലിയ വിളക്ക് ഒരെണ്ണമുണ്ട്. സാധാരണ ചെറുത് 5 എണ്ണവും വെക്കാറുണ്ട്, 2 എണ്ണവും വെക്കാറുണ്ട്. എത്രയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ചെയ്യടോ. 2 എണ്ണം മതി. കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാനാ ഭാവമെങ്കില് കൊന്നുകളയും ഞാൻ അവളെ. എടുത്തിയാടിയ പരിസരം അറിയും. ഇത് വളരെ ഗൗരവേറിയ വിഷയമാണ്. യാത്രയൊക്കെ സുഖമായിരുന്നു മോളെ? ഉവ്വ്, പരീക്ഷയൊക്കെ എങ്ങനെ ഇരുന്നു? നന്നായിരുന്നു. എന്നാ മോള് ചെല്ലേ. മോള് വാ.
അവൾക്ക് നല്ല യാത്രാക്ഷീണം ഉണ്ടാവും. മോളെ, പന്തലിന്റെ പണിയൊക്കെ കണ്ടല്ലോ. നിനക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും തുറന്നു പറയാം, മടിക്കണ്ട. എല്ലാം മുത്തശ്ശന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. മതി മതി മതി. എല്ലാം നമ്മൾ അറിഞ്ഞു, അവൾക്ക് ഇതുവരെ അറിയില്ല. ആ സംസാരം മുഖഭാവം ശ്രദ്ധിച്ചോ? അവളെല്ലാം തീരുമാനിച്ചു ഉറപ്പിച്ചു കഴിഞ്ഞ പോലെയുണ്ട്. ഏത് ട്രെയിനാന്നാ പറഞ്ഞത്? 8 മണിക്കെന്നാ പറഞ്ഞത്. ബാംഗ്ലൂർ വണ്ടിക്കായിരിക്കും. മുഹൂർത്തം 10-നും 10:30 ഇടയിൽ സമയമുണ്ട്. എന്തായാലും അവൾക്ക് പോവാനുള്ള സൗകര്യം ഏർപ്പാടാക്കി കൊടുക്കുക. അവൾ അറിയാതെ തന്നെ. അച്ഛനിത് എന്തിനുള്ള പുറപ്പാടാ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അവളെ തല്ലി ചാലിച്ച് പൂട്ടിയിടണോ? മുഹൂർത്തത്തിന് പന്തലിലേക്ക് ഇറക്കി കൊണ്ടുവരുമ്പോ എനിക്ക് ഈ കല്യാണം വേണ്ടെന്ന് അവള് വിളിച്ചു പറഞ്ഞ അതോടെ വടക്കെടുത്തവരുടെ മാനം പോയില്ലടാ. നാളെ അവൾ ഒളിച്ചോടിയാ പിന്നെ നമുക്ക് അഭിമാന. അവള് രാവിലെ സ്റ്റേഷനിലെത്തട്ടെ, അവനെയും കാത്തു നിൽക്കട്ടെ. പക്ഷേ അവിടെ അവൻ ഉണ്ടാവരുത്. മനസ്സിലായോ? അവനെ കാണാതെ ആവുമ്പോ എന്റെ മോൾ ഒരുപാട് വിഷമിക്കും. അതോടെ ബോധ്യാവും അവൻ ചതിച്ചു എന്ന്. പിന്നെ അവൾ എങ്ങും പോവില്ല, തിരിച്ചു വരും. നമ്മൾ നിശ്ചയിച്ചവൻ തന്നെ അവളുടെ കഴുത്തിൽ താലി കെട്ടും. മിഥുന നിശാദരബിംബം ഒരു ഹംസഗാനമകലേ ചെവിയോർക്കുമിന്ദ്രലരികേ കാർമുകിൽ തുമ്പിനിൻ അരികിൽ വരും കളഭനിലാവിൽ കതിർമഴ പൊഴിയും പ്രണയ സൗഗന്ധികങ്ങൾ ഇതൾ വിരിഞ്ഞ കാലം. എന്താ നിൽക്കുന്നത്? അപ്പുറത്ത് ഇരിക്കൂ. ചേച്ചി അവർക്ക് കഴിക്കാൻ. അതൊക്കെ ഞാൻ നോക്കണം. ആ ശരി ശരി. കവിതേ, നിനക്ക് എവിടുന്ന് കിട്ടിയടി ഇത്ര ധൈര്യം? ഒരാളെ സ്നേഹിക്കുമ്പോഴേ നിനക്കത് മനസ്സിലാവൂ. എന്താ മോളെ? എനിക്ക് കുടുംബക്ഷേത്രത്തിലൊന്ന് പോണോന്നുണ്ട്. അതിനെന്താ, മോള് പൊക്കോളൂ. കൂട്ടിന് ആരെങ്കിലും വേണോ? ശാരദേ, അല്ലെങ്കിൽ വേണ്ട. ഒറ്റയ്ക്കാവുമ്പോ ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാം, അനുഗ്രഹം മേടിക്കാം. മോള് ചെല്ല്. ഇതൊക്കെ മണ്ഡപത്തിലേക്ക് കേറുമ്പോ പോരെ, മോള് ചെല്ലൂ. സംശയം തോന്നിയിട്ടില്ല. ഭഗവതി എന്റെ കൂടെ. അമ്മേ, ദൂരെ നിന്ന് എന്റെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട്. അവരൊന്ന് പിക്ക് ചെയ്യാൻ സ്റ്റേഷൻ വരെ പോയിട്ട് വരാം. നീ തന്നെ പോണോന്നുണ്ടോ? അവര് വേറെ ആർക്കും അറിയില്ലമ്മേ. ഞാൻ വേഗം വരാം. എന്നാ പോയിട്ട് വാ. അമ്മേ, സ്റ്റേഷനിൽ പോകുന്നതിന് എന്തിനാണ് അനുഗ്രഹം? ബാഗൊക്കെ നേരത്തെ ജീപ്പിൽ ഒളിപ്പിച്ചു വെച്ചാൽ നന്നായി. അച്ഛൻ എന്നെ കാണാതെ ടെൻഷൻ അടിക്കും. നീ വേണം ആശ്വസിപ്പിക്കാൻ. ഞാൻ ബാംഗ്ലൂർക്ക് വരുന്നെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. രജിസ്റ്റർ മാരേജ് ഒക്കെ നിന്റെ വീട്ടിൽ ചെന്നിട്ടാവല്ലേ? അതിനി എന്തൊക്കെ ഫോർമാലിറ്റീസ് ആണാവോ? കല്യാണത്തെക്കാളേറെ അവളെ ഒന്ന് നേരിൽ കാണുന്നതിന്റെ ത്രില്ലാണ് ഞാൻ.